എന്തൊക്കെയാണ് ഈ ചങ്ങായിമാർ കാണിച്ചു കൂട്ടണത്? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ കണ്ടതേ ഒരു തരം പിരാന്താണ്. ഈ റമദാൻ മാസമൊക്കെ ആയിക്കഴിഞ്ഞാലേ എല്ലാവരും ഒതുങ്ങലാണ് പതിവ്. ഇത് നേരെ തിരിച്ചാ. കുറച്ചും കൂടി കാട്ടപരാധങ്ങളെ കൂടിക്കാണ്. അങ്ങനെ കുറച്ച് കാട്ടപരാധങ്ങളെ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? എന്നാ വരി. ആ അത് ഇജ്ജ് പറഞ്ഞത് ശരിയാ, ഓൻ എന്നെ നോക്കിക്കോളും. 3 നേരം വെട്ടി വിഴുങ്ങാനും 2 നേരം ഇഞ്ചക്കുത്തും കിട്ടിയും കൊണ്ടല്ലേ ഇജ്ജൊരു പടുമണ്ണായിട്ടേ ഓൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കണേ, വല്ല കൂറ കിണ്ണത്തി കുടുങ്ങിയ മാതിരി. അതിപ്പോൾ ഇജ്ജ് പറഞ്ഞിട്ടില്ലെങ്കിലേ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടേ നിങ്ങൾ വലിയ സ്നേഹത്തിലുള്ള പോലെ ജനങ്ങൾ കണ്ട് കാട്ടി കൊടുക്കുന്നേ. ഹോ, എന്താ ഓൻ്റെ അഭിനയം! തിന്നാൻ കൊടുത്തതിന് എങ്ങനെയൊക്കെ അഭിനയിക്കോ? എടാ മരമാക്രി, അതൊരാണാടാ. ഞാനതല്ല ആലോചിക്കണേ. സാധാരണ ഈ കുപ്പായം ഇടണതേ നിസ്കരിക്കുമ്പോഴല്ലേ. ഇപ്പൊ നോക്കിയേക്കും റീൽസ് എടുക്കാനൊക്കെ ഈ കുപ്പായം. കാലം പോയൊരു പോക്കേ. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. റമദാൻ മാസല്ലേ, അപ്പൊ അതാക്കാരം ഇങ്ങനത്തെ റീൽസുകള്. അല്ല കോമോ, ഞാനൊന്ന് ചോദിക്കട്ടെ, അത് പെണ്ണുങ്ങളെ നിസ്കാര കുപ്പായല്ലടാ. അതെന്തിനാ ഇജ്ജിട്ടിക്കണേ? അതിനൊരു പവിത്രത ഉണ്ടാന്നു, അതും കളഞ്ഞു കുടിച്ചു. അനക്ക് വല്ല കള്ളിമുണ്ടോ ബനിയനോ പിന്നെ 10 റുപ്യക്കാരൻ തൊപ്പില്ലേ, അതൊക്കെ പറ്റുള്ളൂ. അല്ല ജി ആഷിക്കേ എന്താണ് ഈ കലക്കി കൊടുക്കണേ? ഓന് വല്ല അടിമേളമാരി ഇങ്ങനെ കുത്തിരിക്കണ്ടല്ലോ. അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരൂ. സൂപ്പർ റെസിപ്പി. ആശയുടെ നോമ്പ് പുറിഞ്ഞിട്ടാശി. അത് അപ്പൊ ഇതിനാണല്ലേ ആ ചങ്ങായി എന്റെ പിന്നാലെ ഇങ്ങനെ വട്ടം കറങ്ങി വരുന്നേ. എന്റെ ബലമായ സംശയേ ഈ ആശയാന്ന് തോന്നുന്നു. ഇവനെ മാക്സ് ഒക്കെ ഇടിപ്പിച്ചിട്ടേ ഈ കോലം കെട്ടിച്ച് നിർത്തിക്കണേ. പിന്നെന്താ പറഞ്ഞേ? ആശയന്റെ നോമ്പ് മുറിഞ്ഞിക്കണോന്നോ? നോമ്പല്ല കരം മുറിഞ്ഞിക്കണേ, ഓന്റെ തൊണ്ടാകരം. എന്റെ കുറ്റിത്താടി കൊണ്ടിട്ടേ. അല്ല മാനെ, ഇത് പയ്യന്മാരി ഇപ്പൊ കാജാബീഡിയൊക്കെ വലിച്ചിട്ടുണ്ടോ? മറ്റവന് പിന്നെ ഒടുക്കത്തെ വലിയാന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പിന്നാലെ ഇങ്ങനെ കിളിയും പാറി ഇങ്ങനെ നടക്കൂലല്ലോ. ആ നിങ്ങള് വലിച്ചേ കുടിച്ചേ എന്ത് വേണേലും കാട്ടിക്കോളി. എന്തിനാടെ മരമാക്രികളെ ഈ നല്ലൊരു മാസത്തെ ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാട്ടണേ? ഈ മുത്തങ്ങളൊന്നും മുമ്പത്തെ മാസം കണ്ടില്ലല്ലോ. ഇപ്പൊ അതാ കടന്നിട്ട് മുത്തണു, ഇരുന്നിട്ട് മുത്തണു, എന്തൊക്കെ മുത്തങ്ങളാ. അല്ല ആശേ, അതെന്താ എന്റെ പെണ്ണുങ്ങളാ? 2 പുയ്യാപ്പിളമാരും കൂടിയിട്ടേ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടണേ? ആദ്യമൊക്കെ അത് കണ്ടിരുന്നതേ വല്ല പോയമ്പക്കത്തോ വല്ല പാലത്തിന്റെ ഓട്ടിലായിരുന്നു. ഇപ്പൊ ഈ മൊബൈൽ ഉണ്ടായതുകൊണ്ടേ ഇപ്പൊ ഒക്കെ ലൈവാ. ഒരു നാണമാനല്ലാത്ത കൈതകള്. എന്താ വിലക്കെ പറയാ. ദാബിനി എന്തെങ്ങായിമാരി ഒന്ന് പൊയ്ക്കവിടുന്ന്. എടാ മരങ്ങോടാ ആശേ, ആ നിസ്കാര കുപ്പായത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിലേ ഇജ്ജ് നേരെ എൻ്റെ വീട്ടിൽ പോ. 5 നേരം നിസ്കരിച്ചിട്ടേ ഒരു ഉമ്മ അവിടെ കരഞ്ഞിരിക്കണുണ്ട്. അതിന്റെ മടിയിൽ പോയി കടന്നിട്ടേ ആ ഉമ്മാന്റെ പൊരുത്ത ആദ്യം വാങ്ങ്. അല്ലാതെ 4 ആൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടേ ഒരു പെണ്ണിന്റെ കോലം കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ നിസ്കാര കുപ്പായം ഇട്ടിട്ടേ ഈ ഇബാദത്തുള്ള ബിലീസിന്റെ മടിയിലൊക്കെ കടന്നിട്ട് എന്താ കാര്യം? ഇജ്ജിങ്ങനെ ഈ ചെങ്ങായിന്റെ ഒപ്പം നടക്കുകയാണെങ്കിലേ അനക്ക് നടുത്തെരുവാക്കാര ആധാരം. അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. ഈ കൂമരങ്ങളെത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്കൊക്കെ അറിയാം. ഇവർ ഈ കോപ്രായങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതങ്ങനെ തന്നെ പോയിക്കോട്ടെ. പക്ഷെ വേറെ ഒരുത്തനുണ്ട്, ഓൻ കാണിച്ചു കൂട്ടുന്ന അതാബുകളെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോക്കി, എന്നിട്ട് പറയും. ഏതാ ഈ ചങ്ങായി? ഇതിന് വിവരം വെള്ളിയാഴ്ച ഒന്നുമില്ലേ? അത് വല്ലാത്തൊരു കോമഡി ആയി പോയി. ഇനിയിപ്പൊ ഇതിന് ചിരിച്ചാനേ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. എന്തട ചങ്ങായി, പടച്ചോന്റെ തന്നെ വേണോ എന്റെ പരിഹാസങ്ങളൊക്കെ? ഇജ്ജിക്കണ്ട സാധനങ്ങളൊക്കെ തൊള്ളേക്ക് കുത്തി കയറ്റിട്ടേ അതിന്റെ മുകളിൽ കൂടെ ആ പുകയും വലിച്ചേറ്റി അതൊക്കെ പാടാന്റെ തരിപ്പ് കയറിയാലേ അത് മതി എന്റെ പുക കാണാൻ. അതിജ്ജ് മറക്കണ്ട. അതുകൊണ്ടേ ഒരു മയത്തിലൊക്കെ പരിഹസിക്കുന്നു. ആദ്യം സ്വന്തം ജീവന്, പിന്നല്ലേ റീലൊക്കെ. ഇവർക്കൊക്കെ അല്ലേ റമദാൻ മാസമായപ്പോഴേ വല്ല ചാകര കിട്ടിയ മാതിരിയാ. എന്താ പോലെയൊക്കെ പ്രഹസനം. ഈ റീൽ ചെയ്തപ്പോഴേ ഒരുപാട് പേര് കമന്റിലൂടെയും അല്ലാതെയൊക്കെ ബനെ അറിയിച്ചതാണ് ഇജ്ജി ചെയ്യണതേ ഒരു തെറ്റായ സന്ദേശമാണെന്ന്. അത്രയും ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ അനക്ക് വല്ല കുലുക്കമുണ്ടോ? ഏഹേ, ഇതൊന്നും കണ്ടോക്കി. എടാ പൊന്നാര ഷാജഹാനെ, ഒരു മനുഷ്യനെ അത്രയും നേരം നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ വാങ്ങി കൊടുത്തു കഴിഞ്ഞാലേ പതുക്കെ തിന്നാനേ ഓൽക്കറിയാം. ജി കാട്ടണമാരെ ഇങ്ങനെ കുത്തിക്കയറ്റണില്ലേ? അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനൊക്കെ ഈ മതത്തിൽ നിന്നിട്ടാണ് ഇമ്മാരി പ്രവർത്തനം കാട്ടുന്നത്. സത്യം പറഞ്ഞാലേ മറ്റു മതസ്ഥരും കൂടിയേ ഈ മാസത്തെ നല്ലോണം ബഹുമാനിക്കണുണ്ട്. ഇജ്ജൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റു മതസ്ഥരെ ഈ മാസത്തിനെ കുറിച്ചിട്ടേ ആരും കളിയാക്കിയിട്ടൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. അതെന്താ ഓൽക്ക് ചെയ്യാൻ വൈകാറ്റാ?
ഓർക്ക് നല്ല ബുദ്ധിയും വിവരമുണ്ടേ. ഇത് സ്വന്തം മതത്തിനെ തന്നെ പരമാവധി ചവിട്ടിത്താത്താൻ പറ്റുന്നിടത്തോളൊക്കെ നിങ്ങൾ ചവിട്ടിത്താത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊക്കെ നമ്മളെ കേരളത്തിലുള്ള ജനതയ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനത്തെ ഹിമാറുകളൊക്കെ പന പോലെ വളർത്തുമെന്ന് പറയണതേ എത്ര സത്യമാണ്. വല്ലാത്ത ആദി വധൂരികള്. ഓഹ് എന്താ പലൊക്കെ പറയാം. പടച്ചോൻ തന്നെ കാക്കട്ടെ. അപ്പം എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.